മാഷേ നിനക്കിപ്പോ എന്തോ ഒരു ഇതാവണില്ലേ? എന്താ? അല്ലാന്ന് ഉള്ളിലൊരിത് ഇല്ലേ? അതുണ്ട്. ഈ ഇതുണ്ടല്ലോ, ഇത് അനുഭവിക്കാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്. അത് ശരിയാ. പക്ഷെ ആ കുട്ടി എന്നോടൊന്നും പറഞ്ഞിട്ടില്ലോട്ടോ അറിയാം. അതും ശരിയാണ്. ആ കുട്ടിയുടെ മെസ്സേജാ. മെസ്സേജാ? ആ. ആ എന്തിനാ ചോദിച്ചു? നേരത്തെ പറഞ്ഞിട്ട് പിന്നീട് ചോദിക്കാൻ അയക്കും മാഷേ. ഞാൻ എടുത്തരാം. എന്താണ് പാല് കുടിക്കാന് നാണുണ്ടോ നിങ്ങൾക്ക് ഈ കട്ടു തിന്നാനായിട്ട്? നാണുണ്ടോ? ഇവിടെ ഒന്നും തരാതെ ഇട്ടേക്കൊന്നുമല്ലല്ലോ. ആണോ? വിശന്നിട്ടാണ് മോളെ. എന്തെന്ന് വിശന്നിട്ടാണ്? ഒരു നേരം പാൽ ചായ തന്നില്ലേ? അത് മതി. ആവശ്യത്തിന് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ തിന്ന് എന്തെങ്കിലും വന്നാലേ ഞങ്ങൾക്ക് പറ്റില്ല പുറകെ ഓടാൻ. പോയി കിടന്നേ അവിടെ. പോയി കിടക്കാൻ. എന്റെ കൊച്ചു സ്കൂളിന് വരുമ്പോ കൊടുക്കാൻ വച്ചാണ്. ഇതും കുത്തി പിടിച്ച് നടക്കാൻ എനിക്ക് പറ്റൂല ഇനി. അല്ല ഒന്നുമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും തിന്നാറാകുമ്പോ വന്ന് വിളിക്കാം. എന്തൊരു കഷ്ടമാണ്. ഇത് എവിടെ എടുത്ത് വെക്കും? വല്ല അലമാരിലും വെച്ച് പൂട്ടേണ്ടി വരും. കയ്യെ പിടിച്ചോണ്ടിരുന്ന ടി വി ആണ്. അല്ലെങ്കിൽ ഇനിയും വയസ്സായിന്നൊരു വിചാരമില്ല സാധനത്തിന്. എന്താ കാണിക്കണോണ്ടിയേ? ഒരു കടലാസം ഉണ്ടാന്ന്. അതിന് ഇങ്ങനെയൊക്കെ കൈയിടില്ല. അയ്യേ അല്ല, അതിന് എനിക്കിത് വായിക്കാൻ അറിയോ? ചിത്രം നോക്കാനോ നമുക്ക്? ശരി. എല്ലാന്ന് എന്തെല്ലോ കേൾക്കുന്നുണ്ട് നാട്ടില്. എന്ത് എന്തെല്ലോ പടരുന്നുണ്ട്. ചൈനയില് എന്തോ ഒരു സൂക്കേട്. സവാളയാ കൊവാളയാ? കൊറോണ കൊറോണ. ആ അതിപ്പോ വന്നിട്ടേ ഇഷ്ടംപോലെ ആൾക്കാർ മയ്യത്തയക്കണ്. അതെയോ? നമ്മളെ നാട്ടില് മനുഷ്യന്മാര് ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് അഹങ്കാരം മുട്ട് തമ്മിൽ തല്ലുമ്പോ ഇത്രപ്പൊന്നൊരു അണു വന്നിട്ടാണ് ലോകം ഇല്ലാണ്ടാക്കണത്. ഒന്ന് ആലോചിച്ചു ഞാൻ. പറഞ്ഞ കാര്യമില്ല. കാലം അങ്ങനെയാന്ന്. സൂക്കറാണ്. നിങ്ങളെത്ര ഗടന്താന കണ്ടോ അവനെ? എന്റെ മോനല്ലേ. മോന്റെ പേരത്? സംസ്കൃതത്തിൽ പേരുകളെന്ന് പറഞ്ഞു. ഞാൻ ഇട്ടു. സ്വാമിയല്ലേ. 2 ദിവസമായി കാണുന്നില്ല. ഓൻ എന്തെങ്കിലും വന്ന് ചില്ലറ തന്നാലാ നമ്മി ചായ കുടിക്കുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ അതുമില്ല. ഇപ്പൊ ചായയുടെ പൈസ പറ്റും കൊടുക്കണം. ഓൻ എവിടെയാ പോയത്? ഓൻ എവിടെയാ പോകുന്നു? ഓൻ ഇടക്ക് കീഞ്ഞ് പോകും. എവിടെങ്കിലും പോകും. 2 ദിവസം കഴിഞ്ഞിട്ട് വരും. ഗടന്താന വേണൊക്കെ പഠിച്ചു. അല്ല ബാബു എന്നിട്ട് ഇട്ടാ പോലെ വിളിക്കാനെന്തോ സുഖണ്ട്. സുമേഷേട്ടാ എത്ര കാലായി അങ്ങാടിയിലേക്കൊക്കെ കണ്ടിട്ട് വയ്യേ? ഇല്ല. ഒരു ചായ വരട്ടെ? പാലും വെള്ളമാണ്. പാലും വെള്ളം വേണ്ടിയേ? പക്ഷെ കാശില്ല. കാര്യം ചോദിച്ചു. നിങ്ങൾക്കൊരു പാലും വെള്ളം മേടിച്ചാൽ ഞമ്മളില്ലേ? ഒരു പാലും വെള്ളം കൊടുക്കി സുമേഷേട്ടന്. അല്ല ചൂടിൽ കൊടുക്കി. മൂപ്പർ ഇത്രയും കാലം ജീവിച്ചതിന്റെ ബോണസാണ്. കൂടിയ 2 ദിവസം. കുടിച്ചോളി. എന്താ കടി എന്തെങ്കിലും വേണോ? കിട്ടിയ കൊള്ളായിരുന്നു. അതിനകത്ത് പിന്നെ സമൂസ ഉണ്ട്, വട ഉണ്ട്, അട ഉണ്ട്. ഏതാ വേണ്ടിയേ? അടയാണ് നല്ലത്. അടയാ നല്ലത്. പല്ലില്ലാത്തല്ലേ? ഒരട കൊടുക്കുക അടുത്തേ.
പാവം വയസ്സുകാലത്ത് നല്ലോണം അധ്വാനിച്ചുണ്ടാക്കിയ ആളാ. ഒന്ന് തുറന്നു അത് പൊളിച്ചു കൊടുക്കി. അല്ല ഇങ്ങോട്ട് പോന്നത് വീട്ടുകാരറിയോ? ആരും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ അറിയാണ്ട പോരുന്ന. മെല്ലെ തിന്നാ മതി. വെള്ളം കുടിക്കും, വെള്ളം കുടിക്കും, പാലും വെള്ളം കുടിക്കും. പാലും വെള്ളം ആക്രമണം ചത്തുവോ? ആണ്ടാത്ത ഭർത്താനം പറയില്ല ഇങ്ങനെ. ഇല്ലടി കണ്ടിട്ടില്ലെന്ന്. ആ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എവിടെയെന്ന് അറിഞ്ഞല്ലേ പറ്റൂ. ആ കണ്ടു ഇവിടെ ചേട്ടത്തിലെ കടയിലിരിക്കുന്നുണ്ട്. ആ നീ വെച്ചോ. തിന്നോളി. എന്താ ഇവിടെ വന്നിരിക്കണ്? എന്താ ഇവിടെ വന്നിരിക്കണെന്ന്? സുഹൃത നമ്മള് അതെ, നിങ്ങളൊന്നും പറയണ്ട. ഞാൻ എന്റെ അച്ഛനാ, ഞാൻ സംസാരിച്ചോളാം. ഇതാ ആരോട് ചോദിച്ചിട്ട് അങ്ങോട്ട് വന്നേ. അവിടെ വീട്ടിൽ ഓരോരുത്തർ കാണാണ്ട് വിഷമിച്ചിരിക്കാണ്. ഈ പ്രായത്തിൽ കണ്ണു കടുപ്പില്ലാണ്ട് റോട്ടിൽ കൂടെ ഇറങ്ങി ആരാ പറഞ്ഞത്? അതെ ആരാ മേടിച്ചെന്നത്? അത് നമ്മള് വാങ്ങിച്ചു കൊടുത്താണ്. അങ്ങനെ കണ്ണി കണ്ടവരൊക്കെ മേടിച്ചെന്ന് കുടിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ? കണ്ണി കണ്ടവരെന്നൊന്നും പറയരുത് സുഹൃത. വേറെ കാലത്ത് ആത്മബന്ധം ഉണ്ടോ നമ്മളെ മുമ്പിൽ? അതെ, ആത്മബന്ധമൊക്കെ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ വല്ലവരും സഹായിക്കണമെന്നുണ്ടെങ്കിലേ മക്കൾ നോക്കാത്ത തന്തിയും തള്ളാരുണ്ട് അലഞ്ഞു നടക്കണവര്, അവർക്ക് മേടിച്ചു കൊടുത്താൽ മതി. എന്റെ അച്ഛനും ഇങ്ങനൊന്നും അവസാനം വേണ്ട. അതെ, പ്രായമുള്ളവർക്ക് ഓർക്ക് പൂജയുള്ള സാധനങ്ങൾ പെരയിൽ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഓരിങ്ങനെയൊക്കെ വന്ന് കഴിക്കും. എന്റെ അച്ഛനും ഞാൻ വാങ്ങിക്കൊടുക്കില്ല. നിങ്ങളോടാരാ പറഞ്ഞു? അച്ഛൻ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ മകൻ നിങ്ങളെ നോക്കില്ലെന്ന്, ഒന്നും വാങ്ങി തരില്ലെന്ന് ഞാനൊന്നും പറഞ്ഞില്ല സുഹൃത. പിന്നെ പറയും, അതും അതിന്റെ അപ്പുറം പറയും. മനുഷ്യന്റെ മാനം കളി ഇറങ്ങിയിരിക്കാം. എണ്ണീക്ക് അവിടുന്ന് എഴുന്നേക്കാനാ പറഞ്ഞു. ഈ ചായ കുടിച്ചിട്ട് പോയിക്കോട്ടെ. വേണ്ട, നിങ്ങൾ ആരും അവതാരം വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശരിക്കും നിങ്ങൾ വെറുതെ ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നടക്കാൻ കൊണ്ട് സുഹൃത മെല്ലെ കൊണ്ടോ, പ്രായമുള്ള ആളാ. എനിക്കറിയാം നിന്റെ അച്ഛനെ കൊണ്ടുപോയി. നാണം കെടുത്ത ആ സുഗതന് 7-8 വയസ്സ് പ്രായമുള്ളപ്പോഴേ ഓനെ തോളി കയറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി അങ്ങാടി കൂടെ സുമേശേട്ടൻ. ഇന്നും ആ സുമേശേട്ടനെ കൊണ്ടുപോകണുണ്ടോ? അറക്കാൻ കൊണ്ടുപോടെ പോത്തിനെ കൊണ്ടുപോകുമ്പോലേ കൊണ്ടുപോണേ കള്ള ഹിമാറ്. സുഗതനെ ശപിച്ച് ഞാനൊരു പൂച്ചയാക്കട്ടെ. എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ അവസാനത്തെ വാക്കാ. ഇനി അച്ഛന്റെ പേരും പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ എനിക്ക് പറ്റില്ല. രണ്ടിലൊരു തീരുമാനം എനിക്ക് ഇന്ന് അറിയണം. അച്ഛനെ നോക്കണതല്ലേ അതിലിപ്പം എത്ര വലിയ നാണക്കേട്. ഇന്നലെ എന്താ ഇവിടെ നടന്നതെന്നറിയോ? എന്തുണ്ടായി? ഇന്നലെ നോക്കുമ്പോ അച്ഛനെ ഇവിടെ കാണാനില്ല. മണ്ട് ഇവിടെ മുഴുവൻ തെരഞ്ഞു. എന്നിട്ട് എവിടുന്ന കണ്ട്? ആ ചേട്ടത്തിയുടെ കടയിലുണ്ട് ചെന്നിരിക്കണം. 4 ആളോട് ഇറന്നിട്ട് ചായയും വടയും തിന്നിട്ട് നാണം കെടുത്താൻ വേണ്ടിയിട്ട്. അത് മാത്രല്ല അടുക്കളയിൽ ഒരു സാധനം വെക്കാൻ പറ്റില്ല, എല്ലാം കട്ടീനും. എന്റെ എഴുത്തമ്മേ വയസ്സായ ആളല്ലേ, ആവശ്യമുള്ള സാധനങ്ങൾ വല്ലതും ചോദിക്കുമ്പോൾ അതാണ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കട്ട് തിന്നാൻ വരുമോ? അപ്പൊ എന്താ നീ പറഞ്ഞ ഒന്നും കൊടുക്കില്ലാന്നോ? ഈ പ്രായത്തിൽ ഇപ്പൊ എന്താടാ വേണ്ട? കുറച്ച് പൊടിയരി കഞ്ഞിയും അച്ചാറും അത് കൊടുക്കണ്ട്. 30 വയസ്സുകാരന്റെ പോലെ 3 നേരം ബിരിയാണി വേണമെന്ന് പറഞ്ഞ എന്നാ എന്നെങ്കിലും ഒരു ദിവസം ആഗ്രഹം വെച്ചിട്ട് മേടിച്ചു കൊടുത്താലോ? 1-2 വീടിന്റെ അകത്ത് കഴിയും. അതൊക്കെ ഇവിടെ കോരി കളയണ്ടേ? അതെ ഒന്ന് നിർത്തുമോ നിങ്ങൾ? അച്ഛനെ പേരിൽ ഇങ്ങനെ ഇട്ട് പിച്ചക്കണക്ക് പറയണത് എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരും വിഷമിക്കണ്ട, അച്ഛനെ ഞാൻ നോക്കും. ആ കൊണ്ടുപോ. എനിക്ക് ഇച്ചിരി സമയം തരണം. എത്ര സമയമാണ് നിനക്ക്? എനിക്കൊരു 5-6 വർഷത്തെ സമയം തന്ന അച്ഛനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എത്ര വർഷത്തെ? 5-6 വർഷത്തെ സമയം എനിക്ക് വേണം. എന്റെ ബിസിനസ് ഒന്ന് പച്ച പിടിക്കണം. പച്ച പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ കൊണ്ട് അന്തസ്സായിട്ട് നോക്കും. നിങ്ങൾ ആരും ഈ വിഷമം ഈ പറച്ചിലൊന്നും കേൾക്കേണ്ടി വരില്ല. അല്ല, ടൗണിൽ 1-2 ഫ്ലാറ്റും പിന്നെ 3-4 കാറും 4 മുറി കടമുറിയും ഇതൊക്കെ ഉള്ള ആള് ഇനി എങ്ങനെ പച്ച പിടിക്കണം എന്ന് ഈ പറയുന്നത്? ഏട്ടാ, അത് ഈ നമ്മുടെ ഫ്ലാറ്റിൽ അച്ഛന് ലിഫ്റ്റ് കയറാൻ പേടിയാണ്, പിന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവിടെ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റുമോ? അച്ഛന് പാകത്തിനുള്ള ഒരു വീട് വേണ്ടേ? അതെ, അങ്ങനെ ഒരു വീട് വെച്ചിട്ട് അച്ഛനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അതിന്റെ വീട് വെക്കണമെങ്കിൽ തന്നെ 6 വർഷമൊന്നും വേണ്ടല്ലോ, 3 മാസം പോരെ? എന്റെ അച്ഛനെ കൊണ്ട് ഇരുത്താനുള്ള വീടാണ്. അതിന് കാഞ്ഞാ കൂഞ്ഞ വീടൊന്നും വെച്ചിട്ട് അവിടെ കയറ്റി ഞാൻ ഇരുത്തൂല അച്ഛനെ. നല്ല ഒരു ഗംഭീര ഒരു കൊട്ടാരം അവിടെ വെച്ച് അച്ഛനെ അവിടെ രാജാവായിട്ട് ഇരുത്തും. 6 വർഷം പണിതിട്ട് ഒരു വലിയ വീട്. ഞാൻ വീട് വെക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഏട്ടന്റെ 3 വീട് വാടക കൊടുത്തിട്ടില്ലേ? അതിൽ ഏതെങ്കിലും ഒരു വാടക പാർട്ടി ഒഴിപ്പിച്ചിട്ട് അച്ഛനെ അന്തസ്സായിട്ട് അവിടെ കൊണ്ട് നിർത്തി നോക്കാം. എങ്ങനെയാണ് ഈ വാടക പാർട്ടി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന പറഞ്ഞാൽ പറ്റുമോ? സത്യേട്ടാ, നിങ്ങൾക്ക് ഈ സൗഭാഗ്യമൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മറക്കരുത്. നിങ്ങൾക്ക് ഈ ജോലി എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ? അച്ഛൻ എന്തോരം പൈസ എറിഞ്ഞിട്ടാ നിങ്ങൾക്ക് KCBയിൽ ജോലി മേടിച്ചെന്നത്. നിങ്ങളിപ്പോ AI ആയി, ആവശ്യമുള്ള സമ്പാദ്യമുണ്ട്. പിന്നെന്താ അച്ഛനത് നോക്കിയാൽ
ഇതേ ഓരോരുത്തരുടെ എത്ര എത്ര സ്വത്തുണ്ട് എന്നുള്ളതിന്റെ ഒരു കാൽക്കുലേഷൻ നടത്തല്ലോ ഇവിടെ. നടത്തണം, കണക്കെടുപ്പ് നടത്തണം. അച്ഛനെ കൊണ്ടേ നോക്കാനുള്ള ആസ്തി ആർക്കാന്ന് അറിഞ്ഞിട്ട് അവരെന്നെ കൊണ്ടേ നോക്കണം. നിനക്കേ ടൗണിലെ വിലപിടിപ്പുള്ള 4 കടമുറിയാണ് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ എഴുതി തന്നത്. നിന്റെ കാര്യോടാ? നിനക്ക് പഠിക്കാനും ജോലിക്ക് കാശ് കെട്ടാനും വേണ്ടി എത്ര പൈസ അച്ഛൻ ചെലവാക്കിയത്? അങ്ങനെയല്ലേ നീ ഈ നിലയിലെത്തിയത്? എനിക്കെന്താണ് എന്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കാൻ നിൽക്കാതെ പാടത്ത് കൂടെ ഞണ്ടി ഞൗഞ്ഞി പെറുക്കി നടന്ന അങ്ങനെ തന്നെയല്ലേ? സത്യം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അച്ഛൻ പറയുന്നത് കേട്ടിട്ട് അച്ഛന്റെ കൂടെ ജോലിക്കുന്നു, അതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാഞ്ഞത്. എന്നിട്ട് എനിക്ക് കിട്ടിയതോ ഈ വീടും പറഞ്ഞു. എന്താ അത് പോരെ? സുഖേട്ടാ, ഈ വീടിനും പറമ്പിനും ഇവിടെ സെന്റിന് എത്ര വിലയുണ്ടെന്ന് അറിയാമോ? നീ വലിയ കണക്കൊന്നും ഇവിടെ ഇരുന്ന് പറയണ്ട. അച്ഛനെ ഇപ്പൊ ആര് കൊണ്ടുപോകുന്ന തീരുമാനം ഇപ്പൊ എനിക്കറിയണം. നേരത്തെ ഒന്ന് സമാധാനമായിട്ടിരിക്കേ. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.